ഒരു അൺനെസസറി അറസ്റ്റ് അല്ലേ? രാത്രി 12 മണിക്ക് ഇയാൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് ഇയാൾ സിറ്റിംഗ് MLA, 2 ഹൈക്കോടതിയിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്, 3 വേറൊരു കേസിനകത്ത് ബെയിൽ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് പോലീസിൻ്റെ അടുത്ത് ഹാജരാവാനായിട്ട് ഡയറക്ഷൻസ് ഉണ്ട്. പിന്നെ അതിനകത്ത് അറസ്റ്റ് ചെയ്യുന്നത് ഈ നീഡ് ഓൺലി ബി ഡയറക്റ്റഡ് ടു അപ്പിയർ ബിഫോർ ദ പോലീസ്. പോരെ മൂന്നാമത്തെ കേസിന്, മൂന്നാമത്തെയോ നാലാമത്തെയോ ഇനി 10 കേസ് വന്നാലും ഈ ക്യാൻ ബി ഡയറക്റ്റഡ് ടു അപ്പിയർ. എന്നിട്ട് അപ്പിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് അതർ ബെയിൽ ക്യാൻസൽ. 2 കേസിലും ബെയിൽ തെറിക്കത്തില്ലേ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ മീഡിയ അറ്റൻഷൻ ആയില്ലേ? അത് അഭിഭാഷകനെ പോലും കാണാനെന്നില്ല പറഞ്ഞിട്ട് സമ്മതിച്ചില്ലെന്നുള്ള ഒരു ആരോപണം ഉണ്ടല്ലോ. ഇതൊന്നും ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. വീൽ ആർഗ്യൂറ്റ് ഇൻ ദ കോർട്ട്. കുഴപ്പമില്ല. നാളെ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ബൈ ദ മജിസ്ട്രേറ്റ്. ദേ ആർ ആസ്കിംഗ് ഫോർ എ കസ്റ്റഡി. ഒക്കെ കഴിയട്ടെ. ബിക്കോസ് ഒരു അറസ്റ്റ് ഓർ റിമാൻഡ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ റോഡ്. അതെല്ലാം കാര്യങ്ങളുണ്ടൊരു കേസിനകത്ത്. സോ മെനി തിങ്സ് ആർ ദെയർ. ഈ റിമാൻഡ് നൽകിക്കൊണ്ടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നുമില്ല. ഓർഡിനറി റിമാൻഡ്. വാട്ട് ഈസ് ദെയർ ഇൻ ദാറ്റ്? നോൺ വെയിലബിൾ കോഗ്നൈസബിൾ ഒഫൻസ്. മജിസ്ട്രേറ്റ് cannot grant bail in this case. Sessions of therefore she posted the bail application for hearing tomorrow. So, and അവർ ചാർജ് മജിസ്ട്രേറ്റ് ആണ്. Tomorrow the jurisdictional magistrate will hear the bail application. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിനകത്ത് ബെയിൽ കിട്ടിയിട്ടുണ്ട്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, regarding that Bangalore case. Okay. The other one അവിടെ ബെയിൽ ഡിനേ ചെയ്തു ട്രിവാൻഡ്രം സെഷൻസ് കോർട്ടിൽ. അത് ഹൈക്കോർട്ടിൽ അത് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ബെയിൽ കിട്ടിയ കേസിനകത്തും അറസ്റ്റ് തടഞ്ഞ കേസിനകത്ത് ഹീസ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ദ സൂപ്പർവിഷൻ ഓഫ് ദി പോലീസ്. അപ്പം മറ്റേതിനകത്ത് കണ്ടീഷൻസ് ഉണ്ട്. ഏത് പോലീസിന് മുമ്പ് ഹാജരാവണമെന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. He has already given several messages to the DYSP as well as to Poongadilli, the DIG, that please specify the time and place. I will come and appear. And Poongadilli has replied stating that we will inform you. I have the mobile shots with me. Let it be the 3rd case or the 4th case or the 100th case. He can be asked to appear. If he does not appear, get the other 2 bail cancel. അതുപോലെ അപ്പം പിന്നെ 3 കേസിനകത്ത് അത് പോകത്തില്ലേ? അതല്ലേ സാധാരണ ചെയ്യുക. സാമ്പത്തിക ചൂഷണത്തിന്റെ ഒരു പരാതി കൂടി ഈ ഒരു കേസിലുണ്ട്. ഏത് കേസിനകത്താ എന്നാരും പറയുന്നു? ഞാൻ ഐ ഹാവ് നോട്ട് സ്റ്റഡി ദ റെക്കോർഡ്സ്. ഐ ഗോട്ട് ദ കോപ്പി ഓഫ് ദ റിമാൻഡ് റിപ്പോർട്ട്. ഞാൻ വായിച്ചു നോക്കിയില്ലേ ശരിക്കും. ലെറ്റ് മീ റീഡ് ഇറ്റ്. 376. ഓക്കെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനാണ് നിലവിൽ സംസാരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് അമലിനോട് ചോദിക്കാം നമ്മൾക്ക്. 2024 January. Date I think it is 24/1. 2024 നടന്നെന്നാണ് പറയുന്നത്. ഈ ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. How can you say it is an offense? You're a young man. A lady calls you to your room. പോലീസ് പറഞ്ഞേക്കുന്നതാണ്. Police can case so many things. പോലീസ് പറയുന്നതാണ് നിയമമെങ്കിൽ പിന്നെ എത്രയോ പേര് ജയിലിൽ കിടക്കണം. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ അടുത്ത് ജാമ്യ ഹർജി വീണ്ടും വാദം കേൾക്കുന്നത് അതിലൊരു തിരിച്ചടിയാകുമെന്ന് തോന്നുന്നു. ഹൈക്കോടതിയിൽ ശശിശങ്കറെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. മറ്റേതിൻ്റെ റിപ്പോർട്ട് രാഹുലിൻ്റെ അറസ്റ്റ് ഇനി വരുന്നുണ്ടോ? ദാറ്റ് ഈസ് അണ്ടർ അത് എംബ്രിയോ. ഓക്കെ റൈറ്റ്. താങ്ക് യു. റൈറ്റ്. എന്താ പറഞ്ഞേ? സാർ ഇങ്ങനെ ഒരു കേസിനകത്ത് ജാമ്യം കൊടുക്കണമായിരുന്നു എന്നുള്ളതാണോ സാർ പറയുന്നത്? Why should a person be arrested if he is available for interrogation? ഒളിവിൽ പോയെന്ന് ആരാ പറഞ്ഞേ? When a person files an anticipatory bail application before the High Court, what does it mean? It means you are subjecting yourself to the custody of the court. ആണോ അല്ലേ? Then how can you say that അയാൾ ഒളിവിൽ പോയെന്ന്? ഞാൻ കോടതിയിലൊരു എന്നെ കള്ള പരാതിയുടെ പേരിൽ എന്നെ പോലീസ് പിന്തുടർന്നു അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. കോടതി പറയുന്ന ഏത് നിർദ്ദേശത്തിലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഞാൻ കോടതിയിലൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു സേ ദാറ്റ് ഐ ആം അബ്സ്കോണ്ടിങ്? അതെങ്ങനെ ശരിയാവുക? ഇറ്റ്സ് നോട്ട് അബ്സ്കോണ്ടിങ്. അതൊക്കെ നമ്മൾ പറയുന്ന നമ്മൾ കോയിൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളല്ലേ. ഇറ്റ്സ് നോട്ട് അബ്സ്കോണ്ടിങ്. ഈസ് എ പേഴ്സൺ ഹു ഈസ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കോർട്ട്. കാരണമെന്നറിയോ? When you file an application for anticipatory bail, even the court can pass an order directing you to appear. പറ്റൂലേ? ഓപ്പൺ കോർട്ടിലായിരിക്കും ജാമ്യ ഹർജി. ഏതിൻ്റെയാ? ഈ കേസിലെ
അതന്നെ അങ്ങനെ ചോദിച്ചേ? ബിക്കോസ് വാട്ട് ഹാപ്പൻ ഇൻ ട്രിവാൻഡ്രം അല്ലേ? അത് നിങ്ങൾ പേടിച്ചല്ലേ ചെയ്തത്? സഹകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാ ചോദ്യം ചെയ്യലിനോടൊന്നും സഹകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. എങ്ങനെ സഹകരിക്കണമെന്ന് പറയുന്നത്? മറുപടി എന്ന് പറയുന്നത് അതെങ്ങനെ? ഇന്നിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിനോടൊപ്പം പുള്ളിയൊക്കെ മെഡിക്കൽ എക്സാമിനേഷൻ കൊണ്ടുപോയി, പൊട്ടൻസി ടെസ്റ്റ് നടത്തി. അപ്പം പുള്ളി സമ്മതിക്കാതെ പുള്ളിയുടെ പൊട്ടൻസി ടെസ്റ്റ് നടത്താൻ പറ്റുമോ? ചെയ്തു. അതെ, അത് ചെയ്തില്ലേ? അപ്പം പിന്നെ എങ്ങനെ സഹകരിച്ചില്ല എന്ന് പറയും? പൊട്ടൻസി ടെസ്റ്റ് നടത്തിയില്ലേ? കൊടുത്തു. ടുമോറോ ഇറ്റ് വിൽ കം അപ്പ് ടുമോറോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പ്ലീസ്. രാഹുലിന്റെ അഭിഭാഷകനാണ് ഇപ്പോൾ മാധ്യമങ്ങൾ കണ്ടത്. പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. രാഹുലിന്റെ ആത്മവിശ്വാസത്തിനും അടിസ്ഥാനം ഇതൊക്കെ തന്നെയായിരിക്കാം, ഈ പറയുന്ന വാദങ്ങൾ തന്നെയായിരിക്കാം. എന്തായാലും അമലുണ്ട്. അമൽ, എന്താണ് 14 ദിവസത്തേക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്തു. രാഹുലിൻ്റെ അഭിഭാഷകൻ്റെ പ്രതികരണത്തിലേക്ക്, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അമൽ സുരേന്ദ്രൻ ഇപ്പോൾ ഈ മുറയ്ക്ക് കണക്റ്റഡ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ആ ശബ്ദ സന്ദേശം നിർണായകമായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പക്കൽ അതിജീവിതയുടെ ശബ്ദ സന്ദേശം എത്തി. കരഞ്ഞുകൊണ്ടുള്ള ശബ്ദ സന്ദേശം മുഖ്യമന്ത്രി കേട്ടു. ഉടൻ നടപടിയിലേക്ക് നീങ്ങാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നടക്കമുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിടുകയാണ്. എന്തായാലും 3-ാം ബലാത്സംഗ കേസിൽ രാഹുൽ ജയിലിലേക്ക് പോകുന്നു. 3-ാം ബലാത്സംഗ കേസിൽ രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് എന്ന വിവരങ്ങളാണ് ഏറ്റവും പുതുതായി വരുന്നത്. VS അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, ഏറ്റവും അനുവിലേക്ക് പോകും മുൻപ് അമലിലേക്ക് പോകാം. അമൽ, എന്തായാലും ഇത് വളരെ സാധാരണവൽക്കരിച്ചുകൊണ്ട് രാഹുലിൻ്റെ അഭിഭാഷകൻ സംസാരിക്കുന്നതൊക്കെ കേട്ടു. അയാൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടു. അയാൾ ഒളിവിൽ പോകുന്ന ആളല്ല കൂടി പറയുന്നത് കേട്ടു. ചിലപ്പോൾ അയാൾ ടൂറിലാണോ എന്നാണോ ഉദ്ദേശിച്ചത് എന്നൊന്നും അറിയില്ല. എന്തായാലും എന്തൊക്കെയാണ് അഭിഭാഷകൻ പറഞ്ഞത്, എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്യാമലി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്തുമായിട്ടാണ് നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല, കാരണം അദ്ദേഹം അവൈലബിൾ ആയിരുന്നു അന്വേഷണ സംഘത്തിന്. അപ്പോൾ അർദ്ധരാത്രി ചെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2 കേസുകളിൽ അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, എന്തിനായിരുന്നു അങ്ങനെ ഒളിവിൽ പോയത്, അതുകൊണ്ടാവുമല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിയമലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കുവാൻ പോലീസ് സംഘം ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിക്ക് കോടതിയുടെ സംരക്ഷണം വേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് പോവുകയും അതിനാൽ തന്നെയാണ് തൽക്കാലം പോലീസിന് പിടികൊടുക്കാതിരിക്കുകയും ചെയ്തത്. എന്നാൽ അതിലൊരു തരത്തിലുള്ള നിയമപ്രശ്നവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അവൈലബിൾ ആയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക്, പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉള്ള റിമാൻഡ് റിപ്പോർട്ടാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. അതുകൊണ്ടാണ് മജിസ്ട്രേറ്റ് ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുവാനുള്ള ഉത്തരവ് നൽകിയത്. എന്നാൽ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. പ്രത്യേകിച്ചും ഹൈക്കോടതിയിലടക്കം ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ, നോട്ട് ടു അറസ്റ്റ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സെഷൻസ് കോടതി ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ 3ാമത്തൊരു കേസ് ഇട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റായിട്ടുള്ള ശാസ്തമംഗലം അജിത്ത് ഇപ്പോൾ കുറച്ച് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. ഏതായാലും ഈ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള വഴികളെല്ലാം തേടുമെന്നും ശാസ്തമംഗലം അജിത്ത് അല്പസമയം മുൻപ് നമ്മളോട് പറയുകയുണ്ടായി. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ അന്വേഷണവുമായിട്ട് സഹകരിച്ചിരുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം പറയാൻ ശ്രമിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും പൊട്ടൻസി ടെസ്റ്റ് അടക്കം വൈദ്യപരിശോധന നടത്തിയപ്പോൾ പൊട്ടൻസി ടെസ്റ്റ് അടക്കം ചെയ്യാൻ അദ്ദേഹം വിമുഖത കാണിച്ചില്ല. അതിന് അദ്ദേഹം അംഗീകരിച്ചു, അല്ലെങ്കിൽ ആ പൊട്ടൻസി ടെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അപ്പോൾ അന്വേഷണത്തോട് തയ്യാറാകാത്ത ഒരാൾ എങ്ങനെയാണ് ഈ പൊട്ടൻസി ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി തയ്യാറാകുന്നത് എന്നാണ് ശാസ്തമംഗലം അജിത്ത് ചോദിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഇപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധങ്ങളാണ്. അതിന് ശേഷം ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള പോലീസ് ജീപ്പ് ഇപ്പോൾ ഏതായാലും മാവേലിക്കര ജയിലിലേക്കാണ് പോയിരിക്കുന്നത്. മാവേലിക്കര ജയിലിലായിരിക്കും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുക 14 ദിവസത്തേക്ക്. ഏതായാലും ഇപ്പോഴുള്ളത് ഈ ഒരു വലിയ രീതിയിൽ ഉള്ള പ്രതിഷേധമുള്ള ഒരു സാഹചര്യത്തിലാണ് മാവേലിക്കര ജയിലിൽ തന്നെ തിരഞ്ഞെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും കൊട്ടാരക്കര ജയിലിലേക്കാണോ കൊണ്ടുപോകുന്നത്, അതല്ല തിരുവനന്തപുരം ജയിലിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്നതെല്ലാം ഉള്ള ഒരു ആശയക്കുഴപ്പം രാവിലെ മുതൽ തന്നെ ഈ ഒരു കാര്യത്തിലുണ്ടായിരുന്നു. റിമാൻഡ് നടപടികൾ നടന്നാൽ പിന്നീട് എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകേണ്ടെന്നൊരു പ്രശ്നമുണ്ട്. അതേ സമയത്താണ് AR ക്യാമ്പിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആ ആശുപത്രി പരിസരത്ത് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും DYFIയുടെയും യുവമോർച്ചയുടെയും അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്നാണ് മാവേലിക്കര ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിപ്പെട്ടത്. പ്രത്യേകിച്ചും മജിസ്ട്രേറ്റിൻ്റെ തിരുവല്ല മജിസ്ട്രേറ്റ് അഞ്ജലി ദേവിയുടെ വസതിയിലാണ് ഇന്ന് അവധി ദിവസമായ ഇന്ന് വസതിയിലാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കിയത് റിമാൻഡ്
ചെയ്യുവാനുള്ള ഉത്തരവും അവിടെ നിന്നാണ് ലഭിച്ചത്. ഇതിനുശേഷം റിമാൻഡ് ഉത്തരവ് വന്നതിന് ശേഷം ഈ കോടതി വസതിയിൽ ജഡ്ജിയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വസതിൻ്റെ ജീപ്പിന് മുന്നിലേക്ക് യുവമോർച്ച പ്രവർത്തകർ എടുത്തു ചാടുകയും യുവമോർച്ച പ്രവർത്തകരുടെ നേതാക്കന്മാർക്ക് ചില തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടാവുകയും കാലിന് പരിക്കേറ്റ് വഴിയിൽ കിടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് നേരിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ അടക്കം ആ പ്രദേശത്തുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ നമ്മൾ ശാസ്തമംഗലം അജിത്തുമായി സംസാരിക്കുകയും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങേയറ്റം പ്രതിരോധിക്കുന്ന